Welcome to Edify Learning. And today we are going to discuss a small part in your basic section of English, that is article. Okay, so the last class we discussed types of sentences. I hope you studied. And now we are moving to the next section, articles. So articles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ചെറിയ സ്റ്റാൻഡേർഡ്സ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എ ആൻഡ് ദ എന്ന് പറയുന്നത് അല്ലെ. നൗൺസിന് മുൻപേ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ ആർട്ടിക്കിൾസിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പൊ നോക്കുക, ഇസ് എ വേർഡ് ആണ് അല്ലെ, ദാറ്റ് പ്ലേസ് ഇറ്റ് ബിഫോർ എ നൗൺ ടു ഷോ വെദർ ദ നൗൺ ഇസ് ജനറൽ ഓർ സ്പെസിഫിക്. ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അല്ലെ പറയാം. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ പോയിന്റിങ് ടുവാർഡ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെ അല്ലെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതിനെയാണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾസിൽ 3 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, എ ആൻഡ് ദ, ദീസ് ആർ ദ ആർട്ടിക്കിൾസ്. ഈ ആർട്ടിക്കിൾസിൽ 2 എണ്ണം എന്ത് ചെയ്യുന്നു, ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് 1 ഇസ് സ്പെസിഫിക്. ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നുമില്ല, ആർട്ടിക്കിൾസ് എന്ന് മനസ്സിൽ കൊടുക്കുമ്പം തന്നെ എ ആൻഡ് ദ അത്ര മാത്രം ഓർത്തേച്ചാൽ മതി, എ ആൻഡ് ദ. അപ്പൊ നോക്കിക്കേ, ഈ ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് നേരത്തെ ഞാൻ പറഞ്ഞു, ജനറൽ ആയിട്ട് 2 എണ്ണവും സ്പെസിഫിക് ആയിട്ട് 1. അപ്പൊ ആർട്ടിക്കിൾസിന് എത്ര ആയിട്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്യുന്നത്, 2 തരത്തിൽ അല്ലെ. ആർട്ടിക്കിൾസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2. അതിൽ ഒന്നാമത്തത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്, രണ്ടാമത്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്തായിരിക്കും, ഈ ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെ. അപ്പൊ അതിൽ ഒന്നാമത്തത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. എ ആൻഡ് ആൻ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം, എയും ആനും അവിടെ വരില്ല കേട്ടോ, മിസ്റ്റേക്ക് ആണ്. ഈ എ ആൻഡ് ആനിന് പകരം എന്താണ്, ദ ആണ് വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് പേഴ്സൺ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത ഇന്ന ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ദ യൂസ് ചെയ്യും. പിന്നെയോ പ്ലേസ് അല്ലെ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു പ്ലേസ്, ഇപ്പൊ കാലിക്കറ്റ്, അതിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ദ യൂസ് ചെയ്യണം. പിന്നെയോ തിങ്, എന്തെങ്കിലും ഒരു സാധനത്തെ അല്ലെ, ദ ആപ്പിൾ അല്ലെ, നമ്മളൊരു ആപ്പിളിനെ പോയിന്റ് ഔട്ട് ചെയ്യാം. ഒരു ബക്കറ്റ് ഫുൾ ഓഫ് ആപ്പിൾസ് ഉണ്ട്, ആൻഡ് ഐ വാണ്ട് ടു ഈറ്റ് ദ ആപ്പിൾ എന്ന് ഞാൻ പറയുവാണ്. എനിക്ക് എന്താണ്, ആ ബാസ്ക്കറ്റിലുള്ള ഞാൻ പറഞ്ഞ ആ ഒരു ആപ്പിളിനെ മാത്രമാണ് എനിക്ക് കഴിക്കേണ്ടത്. സോ അവിടെ ഞാനൊന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു ആപ്പിൾ അല്ലെ. അങ്ങനെയല്ലേ ചില സാധനങ്ങള് കൊണ്ടുവെക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നല്ലതിനെ ഇതല്ലേ, ദ ബെസ്റ്റിനെയാണ് നമ്മൾ നോക്കുക അല്ലെ. സോ അപ്പൊ ആ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവത്തിനെ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. ആ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്, ദ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നോക്കിക്കേ, ദ സൺ ഇസ് ബ്രൈറ്റ് അല്ലെ, സൺ ഭയങ്കര അല്ലെ ബ്രൈറ്റ് ആണ്. ഇനിയോ ദ ബുക്ക് ഓൺ ദ ടേബിൾ ഇസ് മൈൻ, ആ ബുക്ക് അല്ലെ, ആ ടേബിളിന്റെ മുകളിലുള്ള ആ ബുക്ക് എന്റേതാണ്. അപ്പൊ അവിടെ ചിലപ്പോ ഒരുപാട് ബുക്സ് ഉണ്ടാവും, അതിൽ ഒന്നിനെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ ഒന്നിനെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിളില് ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ, ദ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്തെങ്കിലും ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കഴിഞ്ഞാൽ പിന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ്. അപ്പൊ ആർട്ടിക്കിൾ എന്നുള്ളത് എ ആൻഡ് ദ മൈൻഡിൽ അങ്ങോട്ട് എന്ത് ചെയ്തോളാം, സ്റ്റോർ ചെയ്ത് വെച്ചോളാം. ആ ആർട്ടിക്കിളിനെ 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് പഠിച്ചു. ഒന്നെന്തായിരുന്നു, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, രണ്ടാമത്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറച്ചും കൂടെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ ഇത് ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ദ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്ക. നോക്കാം, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ എടുക്കാത്ത ഒരു പാർട്ടാണ്. ആൻഡ് നെക്സ്റ്റ് സെക്ഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പൊ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ അതിന് മുൻപിൽ എന്ത് യൂസ് ചെയ്തിരിക്കണം,
ദ എന്നത് യൂസ് ചെയ്തിരിക്കണം. അപ്പൊ അവിടെ നോക്കിക്കേ, ദ ബിഗർ, പിന്നെയോ ദ ബിഗ്ഗസ്റ്റ്, അല്ലെ, ദ ബെസ്റ്റ്. അപ്പൊ ഇതൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ അതിന് മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. രണ്ടാമത്തത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നമുക്ക് ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അറിയാം, അല്ലെ, ഗിത്താർ, അല്ലെ, പിയാനോ, ഹാർമോണിയം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ മുൻപിൽ നമ്മൾ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ കൊടുത്തിരിക്കണം. ദാറ്റ് മീൻസ് ദ പിയാനോ, അല്ലെ, ദ ഗിത്താർ എന്നാണത് പറയേണ്ടത്. അപ്പൊ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ആണ്. തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ആഡ് ദ ദെയർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ബിഫോർ ഓർ നമ്പർ ഓർഡിനൽ നമ്പേഴ്സ്. അപ്പൊ നമ്മളൊരു കോമ്പറ്റീഷൻ ഒക്കെ നടന്നു, അല്ലെ, നമ്മൾ അവിടുന്ന് ആങ്കേഴ്സ് വിളിച്ചു പറയാറുണ്ടല്ലോ, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു, തേർഡ് പ്രൈസ് ഗോസ് ടു. അപ്പൊ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡിനൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനു മുൻപേ നമ്മൾ എന്ത് ആഡ് ചെയ്യണം എന്നാ പറയുന്നത്? ദ ആഡ് ചെയ്തിരിക്കണം. ദ ഫസ്റ്റ്, ദ ഫിഫ്ത് പൊസിഷൻ, ദ സെക്കൻഡ് പൊസിഷൻ. സോ അവിടെ നമ്മൾ ഓർഡിനൽ നമ്പേഴ്സിന് മുൻപേ ദ യൂസ് ചെയ്തിരിക്കണം. ഇനി നാലാമത് നോക്കിക്കേ, ബിഫോർ ടൈറ്റിൽസ് സച്ച് ആസ് ദ സ്റ്റേറ്റ്, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ദ പ്രസിഡന്റ് ആൻഡ് ദ ഡയറക്ടർ, അല്ലെ, ഇങ്ങനെയുള്ള സർട്ടൈൻ പൊസിഷൻസ് ആണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെ. ദ പ്രസിഡന്റ് നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ, അപ്പൊ ഒരു ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ദ പ്രസിഡന്റ്, ദ ചീഫ് മിനിസ്റ്റർ നമ്മൾ പറയാറുണ്ട്. ഇനിയോ നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെയാണ്, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് എന്ന് പറയാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ് എന്ന് പറയാം, ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, അതിനൊക്കെ മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്തിരിക്കണം. ഇനി സ്റ്റേറ്റിന്റെ പേര് പറയുന്ന സമയത്ത് അതിന് മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ ഒന്ന് ഫീഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ബിഫോർ നെയിംസ് ഇൻവെൻഷൻ. ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടുപിടുത്തങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം ടെക്നോളജി ഒക്കെ ഒരുപാട് അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെ വരുന്ന ഓരോ സംഭവങ്ങളും ഓരോ ആൾക്കാരുടെ ഇൻവെൻഷൻസ് ആണ്, ഡിസ്കവറീസ് ആണ്, അല്ലെ. സോ ആ ഒരു ഇൻവെൻഷൻ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കണം. ചാൾസ് ബാബേജ് ഇൻവെന്റഡ് ദ കമ്പ്യൂട്ടർ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ, അല്ലെ. കമ്പ്യൂട്ടർ ഇൻവെന്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ്? ചാൾസ് ബാബേജ് ആണ്. അപ്പൊ ആ കമ്പ്യൂട്ടർ ഇൻവെൻഷൻ എവിടെയാണോ കൊടുത്തിട്ടുള്ളത് അതിന് തൊട്ട് മുൻപിലായിട്ട് യു ഹാവ് ടു യൂസ് ദ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ബിഫോർ ദ ഫേമസ് ഫാമിലീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, അതല്ലെങ്കിൽ എന്താണ്, ബാങ്ക്, ഒരുപാട് ബാങ്കിന്റെ ഒക്കെ, അല്ലെ, ദിവസം ദിവസം ഇങ്ങനെ ബാങ്കുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ പൊളിറ്റിക്കൽ പാർട്ടീസ്, എന്നും അടിയും പിടിയുമാണ്, അല്ലെ. ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ പാർട്ടീസ് ഇങ്ങനെ എമേർജ് ചെയ്ത് വരുന്ന ഒരു സമയം, അല്ലെ. പിന്നെയോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫാമിലീസ്, ഇതിനൊക്കെ മുൻപ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കണം? ദ യൂസ് ചെയ്തിരിക്കണം. എക്സാമ്പിളോടെ നോക്കിക്കോ, ദ ഗാന്ധീസ്, അല്ലെ, ഗാന്ധി ഫാമിലി വളരെ ഫേമസ് ആണ്. പിന്നെയോ ലേബർ പാർട്ടി, ഇനി വേണ്ട, അല്ലെ, കോൺഗ്രസ് പാർട്ടി, അല്ലെ, മാർക്സിസ്റ്റ് പാർട്ടി. ഇങ്ങനെ ഒരുപാട് പാർട്ടികൾ ഉണ്ട്. ആ പാർട്ടികളുടെ ഒക്കെ മുൻപിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ദ യൂസ് ചെയ്തിരിക്കണം. പിന്നെയോ ബാങ്ക്, ഒരുപാട് ബാങ്ക് ഉണ്ട്, ഞാൻ ഇവിടെ ഒന്നേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, അല്ലെ. അപ്പൊ ഞാൻ അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ രണ്ടെണ്ണത്തിന്റെ പേര് പറഞ്ഞു, ബാക്കി മറന്നുപോയതല്ല, അതങ്ങ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ലീവ് ഇറ്റ്. അതെന്താണ്? കാനറ ബാങ്ക്, അല്ലെ, ദ കാനറ ബാങ്ക്, ദ ഫെഡറൽ ബാങ്ക്, അല്ലെ. അപ്പൊ അത് ബാങ്കിന്റെ മുൻപിൽ കൊടുക്കുന്ന സമയത്ത്, ഫേമസ് ഫാമിലീസ് വരുന്ന സമയത്ത്, പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്ന സമയത്ത് ഇതിനൊക്കെ മുൻപ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ദ യൂസ് ചെയ്തിരിക്കണം. ഇനി അടുത്ത് നോക്കിക്കേ, ബിഫോർ നെയിംസ് ഓഫ് മൗണ്ടെയിൻ, അല്ലെ, പർവ്വതങ്ങള്, റിവേഴ്സ്, പുഴകള്, ഐലൻഡ്, ദ്വീപുകള്, ഡെസേർട്ട്, മരുഭൂമി, ഷിപ്സ്, ട്രെയിൻ ആൻഡ് ഹോട്ടൽസ്, ഇതിനൊക്കെ മുൻപേ നമ്മൾ ദ യൂസ് ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ ചിലപ്പം ഇതിൽ നിന്ന് ഏതും വരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവങ്ങളൊക്കെയാണ് വരുന്നത് എങ്കിൽ അതിനു മുൻപ് ആഡ് ചെയ്യേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തത് ലാസ്റ്റ് വൺ, ഫേമസ് മോണ്യുമെന്റ്സ്, ഫേമസ് റെവല്യൂഷണറീസ്. ഫേമസ് മോണ്യുമെന്റ്സ് ആണ് എന്ത്? താജ്മഹൽ എന്ന് പറയുന്നത്, അല്ലെ. താജ്മഹൽ ഒരുപാട് ഡൽഹിയിലൊക്കെ ഒരുപാടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താജ്മഹൽ. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറൊരു മോണ്യുമെന്റ് ആണ് ലോട്ടസ് ടെമ്പിൾ, അക്ഷർധാം ടെമ്പിൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ. ഹുമയൂൺ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള മോണ്യുമെന്റ്സ് ആണ്. ആ മോണ്യുമെന്റ്സിന്റെ പേര് പറയുന്ന സമയത്ത് അതിന് മുൻപ് ദ യൂസ് ചെയ്യണം. അടുത്തതോ റെവല്യൂഷണറീസ്.
അല്ലെ? ഫ്രഞ്ച് റവല്യൂഷൻ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ റവല്യൂഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ദ യൂസ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക അല്ല വേണ്ടത്. പകരം എന്ത് ചെയ്യുക? ദ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്തിന് വരിക? ക്വസ്റ്റ്യന് വരിക. അപ്പൊ ദ എവിടെയൊക്കെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ നമ്മൾ എവിടുന്നാ വരുന്നത്? ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എ ആൻഡ് ദ. അതിൽ ഒന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇനി ബാക്കിയുള്ള രണ്ടാളുണ്ടല്ലോ, ആരായിരുന്നു? എയും ആനും അല്ലെ? ഈ എയും ആനിനെയും നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. അതായത് ജനറൽ ആയിട്ട് പറയാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്താണല്ലോ, പോയിന്റ് ഔട്ട് ചെയ്താണല്ലോ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മള് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലേക്ക് പോകുന്ന സമയത്ത് ജനറൽ ആയിട്ട് പറയാം അല്ലെ? അപ്പൊ നമ്മള് ബോയ്സ് ഓഫ് ദിസ് ക്ലാസ്, അപ്പൊ ഒരാളെ അല്ല പറഞ്ഞത്, ബോയ്സ് അല്ലെ? ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ മുഴുവൻ ബോയ്സിനെ പറ്റിയിട്ടാണ്. ഓൾ ദ സ്റ്റുഡൻസ് ഓഫ് ദിസ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ജനറൽ ആയിട്ട് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ബിഗിനിങ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് എത്ര ഉണ്ടെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എത്ര ഉണ്ടാവും? ഒന്ന് ഇരുന്നൊന്ന് എഴുതി നോക്കുക കേട്ടോ, നമ്മുടെ ആൽഫബറ്റ്സ് എത്ര ഉണ്ട് എന്നുള്ളത്. ഈ ആൽഫബറ്റ്സിനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് കോൺസണൻസ് എന്ന് പറയുന്നത്, രണ്ടാമത്തതാണ് വവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. വവൽസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാരണം അത് 5 ഉള്ളൂ. ബാക്കി വരുന്ന മുഴുവൻ ആൾക്കാരും കോൺസണൻസിലാണ്. അപ്പൊ അത് ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പൊ നമ്മളെ വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു അല്ലെ? അതൊക്കെ വെച്ചിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് അല്ലെ? നമ്മളെ എ ഓട്ടോ എന്ന് പറയുന്ന ലാലിന്റെ ഫിലിമില് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാട്ടാണ് അല്ലെ വവൽസ് എന്ന് പറയുന്നത്, എ ഇ ഐ ഒ യു. ഈ എ ഇ ഐ ഒ യു വവൽസ് 5 എണ്ണം, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 5 എണ്ണത്തിനെ വവൽസ് എന്ന് പറയുന്നു. അപ്പൊ ബാക്കി വരുന്നത് മുഴുവൻ ആരായിരിക്കും? കോൺസണന്റ് സൗണ്ട്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ബിഗിനിങ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്. ഒരു കോൺസണന്റ് സൗണ്ട് വെച്ച് തുടങ്ങുന്ന വേർഡ്സ് അല്ലെ, അതിനു മുൻപേ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? എ യൂസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടിട്ട് പഠിച്ചതാണ് അല്ലെ? ഇങ്ങനെ കാറ്റിന്റെ ഒക്കെ മുൻപിൽ നമ്മളിങ്ങനെ ഡാഷ് കാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ അല്ലെ, അല്ലെങ്കിൽ കാറ്റ് ഇസ് സ്മോൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അവിടെ ഫസ്റ്റില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ഹൈഫൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ഡാഷ് ഇട്ടിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എ ബോയ്, എ കാറ്റ് എന്നൊക്കെ ഒന്ന് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യുന്നുണ്ട്. കോൺസണന്റ് സൗണ്ട്സിന്റെ മുൻപിലാണ്. അവിടെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ബി എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ട് ആണ്, സി എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ അതിന് മുൻപേ കൊടുക്കുന്നു. ഇനി ആൻ എപ്പോഴാ യൂസ് ചെയ്യുന്നത്? ആൻ ഇസ് യൂസ്ഡ് ബിഫോർ ദ വേർഡ്സ് ബിഗിനിങ് വിത്ത് വവൽ സൗണ്ട്സ്. എ ഇ ഐ ഒ യു എന്ന് പറയുന്ന ഈ 5 ലെറ്റേഴ്സിന്റെ മുൻപിലായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ 2 സ്പെഷ്യൽ കേസസ് പറയുന്നുണ്ട്, അത് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 എണ്ണമാണ് അതിൽ പറയുന്നത്, എയും ആനും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ആണ്, കോൺസണന്റും അതുപോലെ തന്നെ വവൽ സൗണ്ടും. ഈ വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു ആണ്. അതിനു മുൻപിൽ എപ്പോഴും ആര് മാത്രമേ വരുള്ളൂ? ആൻ മാത്രമേ വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ കോൺസണന്റ്സിന് മുൻപിലും നമ്മൾ ആഡ് ചെയ്യേണ്ടത് എ ആണ്. അപ്പൊ മറന്നുപോകരുത്. ഇനി നമ്മുടെ 2 സ്പെഷ്യൽ കേസസ് ഒന്ന് ഇവിടെ ശ്രദ്ധിക്കാം. മിക്കവാറും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും തരില്ല, ഒന്നിങ്ങനെ വളഞ്ഞ് ചുറ്റിയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും വേർഡ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് അറിയാം, കോൺസണൻസിന് മുൻപിൽ എയും വവൽസിന് മുൻപിൽ ആനും ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ്: യുട്ടോപ്പിയൻ, യൂണിക്, യൂണിയൻ, യൂണിവേഴ്സിറ്റി, യൂണിറ്റ്, യൂറോപ്യൻ. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് യു എന്ന് പറയുന്ന വവൽ ആണ്. പക്ഷേ ഇതിനൊക്കെ മുൻപില് even though we use a before, it starts because the first letter of the university is U. അപ്പൊ നമ്മള് പഠിച്ച ആ ഒരു തിയറി പ്രകാരം യു എന്ന് പറയുന്നത് വവൽ ആണല്ലോ.
വവലിന് മുൻപില് ആൻ ആണല്ലോ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഈ വേർഡ്സിനൊക്കെ മുൻപില് നമ്മള് എ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് യൂസ് എ. അതിന്റെ കാരണം അവർ പറയുന്നത് യു എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളെ ആപ്പിൾ, ആപ്പിൾ നമ്മൾ എന്ത് പറയാറുണ്ട്? ആൻ ആപ്പിൾ എന്ന് പറയാറുണ്ട്. ഈ എലിഫന്റ്, ആൻ എലിഫന്റ് എന്ന് പറയാറുണ്ട്. ഐ വെച്ചിട്ട് ഐസ്ക്രീം, ആൻ ഐസ്ക്രീം എന്ന് പറയാറുണ്ട്. ഓ ഓറഞ്ച്, ആൻ ഓറഞ്ച് എന്ന് പറയാറുണ്ട്. യു അംബോല, അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യു എന്ന് പറയുന്നത് ഇവിടെ അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് അംബ്രല്ല, അല്ലെ? അംബ്രല്ല എന്ന് പറയുന്ന സമയത്ത് അ സൗണ്ട് ആണ്. നേരെ മറിച്ച് ഇവിടേക്കൊന്ന് നോക്കിക്കേ, യൂണിയൻ. സോ അവിടെ ഇതാ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനമാണ് വരുന്നത്, യൂണിയൻ. ഓക്കെ, യൂണിവേഴ്സിറ്റി, യൂണിറ്റ്, യൂറോപ്യൻ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അത് ആ സൗണ്ട് അല്ല, വവൽ സൗണ്ട് അല്ല, പകരം എന്താണ്? കോൺസണന്റ് സൗണ്ട് വരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വേർഡ്സിന്റെ മുൻപിലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ കേസ് ആണ്, പഠിച്ചു വെച്ചോളാം. ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടുക. ഓക്കെ, ഇനി അടുത്ത ഒരു സ്പെഷ്യൽ കേസ് നോക്കിക്കാം. ബിഫോർ ദ വേർഡ് ഓണസ്റ്റ്. ഇതൊന്ന് എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കിക്കേ. ഒന്ന് പ്രൊനൗൺസ് ചെയ്തേ. ഹോണസ്റ്റ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നവരുണ്ടോ ഇതില്? ഹോണസ്റ്റ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നവരുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ഹോണസ്റ്റ്, ഇറ്റ് ഈസ് ഓണസ്റ്റ്. സോ എച്ച് എന്ന് പറയുന്ന സാധനം ഇവിടെ സൈലന്റ് ആണ്. ഓണസ്റ്റ് എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ ഓണസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിങ് വിത്ത് ഓ ആണല്ലോ. ഓ എന്ന് പറയുന്നത് വവൽ ആണല്ലോ. വവൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ടത് ആനല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ബിഫോർ ദ വേർഡ് honest we use an even though it starts with a consonant sound h but the pronunciation is o. ഇവിടെ h എന്ന് പറയുന്ന സംഭവം മൂപ്പര് സൈലന്റാ. അപ്പൊ അവിടെ നമുക്ക് ഓണസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓണസ്റ്റ്, ഓണസ്റ്റ്. സോ ഓ ആണ് അവിടെ പ്രൊനൗൺസിയേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച വവലാണ്. അപ്പൊ ഈ രണ്ട് സ്പെഷ്യൽ കേസസ് ശ്രദ്ധിക്കുക. യൂണിയൻ, ടോപ്യൻ, യൂണിക്, യൂണിവേഴ്സിറ്റി, യൂറോപ്യൻ. ഈ വേർഡ്സിനൊക്കെ മുൻപില് എ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആൻ അല്ല. നേരെ മറിച്ച് ഓണസ്റ്റ് എന്ന് പറയുന്ന എച്ച് എന്ന് പറയുന്ന കോൺസണന്റീവ് ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡിന്റെ മുൻപില് ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അത് പ്രൊനൗൺസ് ചെയ്ത് തുടങ്ങുന്നത് ഓണസ്റ്റ്, ഓ എയിലാണ്. അപ്പൊ ഈ രണ്ട് സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളില് പഠിക്കുന്നത്. അപ്പൊ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ രണ്ടെണ്ണം പഠിച്ചു, എയും പഠിച്ചു, ആനും പഠിച്ചു, അല്ലെ? ആന് യൂസ് ചെയ്യുന്നത് വവൽസ് ആയിട്ടുള്ള എ ഇ ഐ ഒ യു, അല്ലെ? ഇനി എ യൂസ് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ട്സിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് ഇതേപോലെ നേരത്തെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതുപോലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വരുന്ന സിറ്റുവേഷൻസും രണ്ട് സ്പെഷ്യൽ കേസസ് നമ്മൾ പറഞ്ഞു. ഓണസ്റ്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി, യൂണീക്, ഇതൊക്കെ പറഞ്ഞു. ഇനി ചില സ്ഥലങ്ങളിൽ നമ്മൾ ആർട്ടിക്കിൾസ് അവോയ്ഡ് ചെയ്യണം. നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഒരു ഭംഗിക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആർട്ടിക്കിൾ ഒക്കെ അങ്ങോട്ട് കൊടുക്കും. പക്ഷെ അത് പാടില്ല. അപ്പൊ അത് പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളാണ്. വി ക്യാൻ അവോയ്ഡ് ആർട്ടിക്കിൾസ് ബിഫോർ പ്രോപ്പർ നൗൺസ്. നമ്മള് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു പാർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. നൗൺ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ നെയിംസ് എന്ന് പഠിച്ചു വെക്കുക. നെയിംസ് എന്ന് പറഞ്ഞാല് നെയിം ഓഫ് എ പേഴ്സൺ ആയിരിക്കാം, അല്ലെ? പേഴ്സൺ എന്ന് പറഞ്ഞാൽ അല്ലെ ഒരാളുടെ പേരായിരിക്കാം, അല്ലെങ്കിലോ ഒരു പ്ലേസ്, സ്ഥലത്തിന്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പേരായിരിക്കാം. അതാണ് നൗൺസ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള നൗണിന്റെ മുൻപിൽ ഒന്നും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ രണ്ട് പേര് കൊടുത്തിട്ടുണ്ട്, രമ, രാജൻ. എ രമ, ദ രാജൻ, ആൻ രമ. ഇങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് പ്രോപ്പർ നൗൺസിന് മുൻപിൽ ആർട്ടിക്കിൾസ് പാടില്ല. അപ്പൊ നൗൺ എന്താന്നുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നെയിംസ് ഓഫ് എന്തൊക്കെയാ? പേഴ്സണ്, പ്ലേസ്, തിങ്. ഇനി അടുത്ത് നോക്കിക്കേ, അവോയ്ഡ് ആർട്ടിക്കിൾസ് ബിഫോർ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. എന്താ ഈ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ?
നമുക്ക് കൗണ്ട് ചെയ്യാൻ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൗണ്ടബിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അൺകൗണ്ടബിൾ എന്താ? നമുക്ക് എണ്ണാൻ പറ്റില്ല. എക്സാമ്പിൾ പറയാം, ഷുഗർ അല്ലെ. ഷുഗർ എന്ന് പറയുന്നത് അല്ലെ, 1 കിലോ ഷുഗർ എണ്ണി കുത്തിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? മസ്റ്റാർഡ് അല്ലെ, കടുക് ഈ കടുകിന് നമുക്ക് ഇങ്ങനെ എണ്ണി 1 2 3 എന്ന് പറഞ്ഞിട്ട് എണ്ണി പിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. വാട്ടർ നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത സംഭവങ്ങള് അതിനെ അൺകൗണ്ടബിൾ എന്ന് വിളിക്കുന്നു. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ കുറച്ച് ഞാൻ മഞ്ചാടി കൊണ്ടുവച്ചു അല്ലെ, അത് നമുക്ക് എണ്ണാം. ഇനി കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ബോയ്സ് ഗേൾസ്, ഇങ്ങനെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും അതിനെ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ കൗണ്ടബിൾ ആയിട്ടുള്ള, എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതുമായിട്ടുള്ള നൗൺസിലൊന്നും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. ദ മിൽക്ക്, ആൻഡ് മിൽക്ക് അല്ലെ, ദ മസ്റ്റാർഡ്, ദ ചിൽഡ്രൻ എന്നൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത അവോയ്ഡ് ചെയ്യേണ്ട കേസ്, അവോയ്ഡ് ബിഫോർ നെയിംസ് റിലേറ്റീവ്സ്. എക്സാമ്പിൾ, നമ്മൾ മദർ, ഫാദർ, അങ്കിൾ, ആണ്ട്, കസിൻസ്, ഇതൊക്കെ നമ്മൾ റിലേറ്റീവ്സിന്റെ അല്ലെ പേര് മെൻഷൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു പ്രോപ്പർ നൗൺ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് അതിന് മുൻപിലൊന്നും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയും 3 സംഭവങ്ങൾ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊടുക്കുക. പ്രോപ്പർ നെയിംസ്, പ്രോപ്പർ നൗൺസ് എന്റെ മുൻപിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിൾസ് ആഡ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് പറഞ്ഞത് കൗണ്ടബിളും നോൺ കൗണ്ടബിളും അൺകൗണ്ടബിളും ആയിട്ടുള്ള നൗൺസിന്റെ മുൻപിലേക്ക് ആർട്ടിക്കിൾസ് വേണ്ട എന്ന് പറഞ്ഞു. ഇനി റിലേറ്റീവ്സിന്റെ പ്രോപ്പർ നെയിംസിന്റെ മുൻപിലേക്കും അല്ലെ, മദർ, ഫാദർ അല്ലെ, സിസ്റ്റർ എന്നൊന്നുള്ളിടത്തിലേക്കൊന്നും എന്ത് കൊണ്ടുപോകണ്ട? നമ്മളെ ആർട്ടിക്കിൾസിനെ കൊണ്ടുപോകണ്ട. സോ ഞാൻ ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നോക്കിക്കേ, ഏതൊക്കെയാ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? എ, ആൻഡ്, ദ അല്ലെ. അതിന് നമ്മൾ വീണ്ടും ഒന്ന് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ആർട്ടിക്കിൾസിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. രണ്ടാമത്തത് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതിനെയാണ് ദ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ദ സൺ ഇസ് ബ്രൈറ്റ് അല്ലെ, ഐ വാണ്ട് ടു ഈറ്റ് ദ ആപ്പിൾ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് പറയാൻ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ദ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരുപാട്, അതുപോലെ തന്നെ മോണ്യുമെന്റ്സ്, റെവല്യൂഷണറീസ്, മൗണ്ടെയിൻസ്, റിവേഴ്സ്, ഫേമസ് ഫാമിലീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, അപ്പൊ ഇതിന്റെ ഒക്കെ മുൻപില് ആ ദ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലേക്ക് വന്ന സമയത്ത് 2 എണ്ണം അവിടെ നമ്മൾ പഠിച്ചത്, ആനും എയും. അതിൽ ആൻ യൂസ് ചെയ്യുന്നത് AEIOU എന്ന് പറയുന്ന വവലിന്റെ മുൻപിലാണ്. എ യൂസ് ചെയ്യുന്നത് എന്താണ്? കോൺസണൻസിന്റെ മുൻപിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ AEIOU കഴിഞ്ഞ് ബാക്കി വരുന്നത് മുഴുവൻ എന്താണ്? കോൺസണൻസ് ആണ്. അപ്പൊ അതിലെ 2 സ്പെഷ്യൽ കേസുകൾ ഓർത്ത് വെക്കണം. യൂണിവേഴ്സിറ്റി, യൂണിക്, യൂണിയൻ അല്ലെ, യൂറോപ്യൻ എന്നൊക്കെ പറയുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ എന്തായിരുന്നു അവിടെ കൊടുക്കേണ്ടത്? ആൻ ആയിരുന്നു. പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് മൂലം നമ്മൾ അവിടെ എ എന്ന് കൊടുത്തിരിക്കണം. നേരെ മറിച്ച് ഓണസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിങ് വിത്ത് കോൺസണന്റ് സൗണ്ട് ആണെന്നുണ്ടെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്നത് ഓയിൽ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? ഓടെ അല്ലെങ്കിൽ ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആൻ എന്ന് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു. സോ ഇനി നമ്മൾ 3ാമത്തെ സെക്ഷൻ പോയിട്ടുള്ളത് ഏതൊക്കെ അവസ്ഥകളിലാണ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണ്ടാത്തത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിതിലെ ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് ഒന്ന് പോവാം. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, we have arranged dash one day tour. We have arranged dash one day tour. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഇനി ഐഡിയ? അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ നമ്പർ എ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. വി ഹാവ് അറേഞ്ച്ഡ് എ വൺ ഡേ ടൂർ. ഓക്കെ, ബാക്കി ഒക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. വി ഹാവ് അറേഞ്ച്ഡ് ആൻഡ് വൺ ഡേ ടൂർ അല്ലെ.
നടക്കൂല. വി ഹാവ് അറേഞ്ച്ഡ് ദ വൺ ഡേ ടൂർ. വി ഹാവ് അറേഞ്ച്ഡ്, ഇവിടെ നോ ആർട്ടിക്കിൾ ആണ്, ആർട്ടിക്കിൾ വേണ്ട എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. വി ഹാവ് അറേഞ്ച്ഡ് എ വൺ ഡേ ടൂർ. ഓക്കെ, then second one, why don't you speak dash truth always? എന്തുകൊണ്ടാണ് നീ എല്ലാ സമയത്തും സത്യം പറയാത്തത്, അല്ലെ? അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ട്രൂത്ത്, അല്ലെ? എല്ലായ്പ്പോഴും നീ എന്തുകൊണ്ടാണ് സത്യം പറയാത്തത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ട്രൂത്ത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പെസിഫൈ ചെയ്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് വരില്ല, എ വരില്ല, ആൻ വരില്ല, ഇതും അല്ല. സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ ദ ആയിരിക്കും, അല്ലെ? വൈ ഡോണ്ട് യു സ്പീക്ക് ദ ട്രൂത്ത് ഓൾവേസ് എന്നാണ് ആൻസർ വരിക. ഒന്ന് ക്വസ്റ്റ്യനിൽ കൂടെ പോവാട്ടോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then next, third question. She bought dash university book. She bought dash university book. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ കേസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, അല്ലെ? എന്തായിരുന്നു നമ്മുടെ സ്പെഷ്യൽ കേസ്? യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് യു, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആൻ അല്ല, പകരം എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? എ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് ആൻ എന്ന് പറയുന്നത് റോങ് ആണ്. ദ ഇസ് എ റോങ് ആൻസർ. അഗെയിൻ നോ ആർട്ടിക്കിൾ റോങ്. അപ്പൊ അവിടെ ആൻസർ വരുന്നത് ബി ആണ്. ഷീ ബോട്ട് എ യൂണിവേഴ്സിറ്റി ബുക്ക്. ഓക്കെ, നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കേസ് ആണ്. ഓക്കെ, then next question. He is, okay, ഇതും again we told you, I told you, he is dash honest man, അല്ലെ? ഇത് കൂടുതൽ പ്രശ്നമൊന്നുമില്ല. എച്ച് വെച്ച് ഒരു കോൺസണന്റ് സൗണ്ട് ആണ് എച്ച്, പക്ഷെ ഇവിടുത്തെ എച്ച് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സൈലന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് ഓ ആണ്. ഓ എന്ന് പറയുന്നത് വവൽ ആയതുകൊണ്ട് തന്നെ വവലിന്റെ മുൻപിൽ നമ്മൾ എന്താ കൊടുക്കാറുള്ളത്? ആൻ ആണ് കൊടുക്കുക. അപ്പൊ എ എന്ന് പറയുന്നത്, ദ എന്ന് പറയുന്നത്, നോ ആർട്ടിക്കിൾ, ഇതൊക്കെ റോങ് ആൻസേഴ്സ് ആണ്. അപ്പൊ അവിടെ ആൻസർ വരുന്നത് ഹി ഈസ് ആൻ ഓണസ്റ്റ് മാൻ എന്നുള്ളതാണ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇത്രയാണ് നമ്മള് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പഠിച്ചിട്ടുള്ളത്. ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാ, എന്നിട്ട് അത് മൈൻഡിൽ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെച്ചോളാം. 3 ആർട്ടിക്കിൾസ്. ആ ആർട്ടിക്കിൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും. അതിൽ ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്തു. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ എ വരുമ്പം കോൺസണന്റ് സൗണ്ട് ആയിരിക്കും, ആൻ വരുമ്പം വവൽസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സ്പെഷ്യൽ കേസസും സ്പെഷ്യൽ സിറ്റുവേഷൻസും ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ആൻഡ് സ്റ്റഡി വെൽ ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.